യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിന്റെ നീലാകാശത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പീഡാനുഭവ വാരം അടുത്തു വരുന്ന ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും യേശുവിന്റെ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അവസരമാണല്ലോ. ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഗാനശകലം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈശോയേ, എന്റെ ഈശോയേ, ക്രൂശിലേറ്റിയല്ലോ, ക്രൂശിലേറ്റിയല്ലോ, പാപികളാം ഞങ്ങൾ അങ്ങയെ ക്രൂശിലേറ്റിയില്ലേ. കാരണമില്ലാതെ നാഥാ ഞാനും അങ്ങയെ വേദനിപ്പിച്ചുവല്ലോ. വേറോനിക്കാമുഖം തുടച്ചുവല്ലോ, എൻ ഹൃദയവും അങ്ങ് തുടയ്ക്കണമേ. ശിമയോനെ പോലെ കുരിശു താങ്ങുവാൻ കരുത്തേകണമേ നാഥാ, എന്നും കരുത്തേകണമേ നാഥാ. പരിശുദ്ധ അമ്മതൻ വേദനകളെ ഈശോതൻ വഴിയെ പിന്തുടർന്നു, തൻ കുമാരന്റെ പീഡകളെ നേരിൽ കണ്ടു സഹിച്ചു പിന്തുടർന്നു. അമ്മ നേരിൽ കണ്ടു സഹിച്ചു പിന്തുടർന്നു. സ്നേഹവും സന്തോഷവും ദുഃഖവും വിശ്വാസവുമെല്ലാം ആഴപ്പെടുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന തേങ്ങലുകളാണ് ഗാനങ്ങൾ, കവിതകൾ. ഭക്തിപാരവശ്യത്തിൽ ദാവീദിനും മറ്റു പലർക്കുമുണ്ടായ ഗാനചിന്തകളാണ് സങ്കീർത്തനങ്ങളായി നമുക്ക് കിട്ടിയത്. പീഡാനുഭവ വാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഹൃദയവിചാരങ്ങൾ ഗാനശകലങ്ങളായിട്ടായിരിക്കാം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടായിരിക്കാം വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞത്, പാടും പുമാൻ ഇരുമടങ്ങ് ജപിക്കുകയത്രയും. 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് ഒരു പാട്ട്. കാരണം അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുമാണ് വരുന്നത്. നമുക്കും ഒരു വാനമ്പാടിയായി നമ്മുടെ വിശ്വാസം ഒന്ന് മൂളി നോക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. Fide